വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. വഴിന്ന് മാറ്. എന്തേ എനിക്ക് എന്റെ മുറപ്പെണ്ണെ വിളിച്ചൂടെ? എപ്പോഴോ എന്റെ അച്ഛൻ എന്തൊക്കെയാ വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? നീ ആരെയാ മനസ്സിൽ വിചാരിച്ചോണ്ട് നടക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. നിന്റെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ആയിരിക്കും. അത് തടുക്ക ആര് വരുമോ നോക്കാമല്ലോ. മറ്റുള്ളവരെ പോലെ തന്തയുടെ കാശിന് വെട്ടിയടിക്കുന്ന ഞാനല്ല. ആവശ്യമില്ലാതെ എന്തിനാ ഓരോന്ന് പറയുന്നേ? അവന്റെ പേര് പറഞ്ഞപ്പോ നിനക്ക് എവിടെ നിന്നാണ് ദേഷ്യം വരുന്നത്? വേണ്ട, ഇങ്ങോട്ട് നോക്ക്. എപ്പോഴും എല്ലാം ഒരുപോലെ ഇരിക്കുമെന്ന് വിചാരിക്കണ്ട. എന്നെ പറ്റി നിനക്ക് നന്നായിട്ട് അറിയാലോ. നീയാണ് എന്റെ ഭാര്യ എന്ന് ഞാൻ പണ്ടേ തീരുമാനിച്ചതാ. ഇത് തടുക്കാൻ നീയാ നിന്റെ അമ്മയെ നോക്കിക്കഴിഞ്ഞാ രണ്ടിനെ കൊന്ന് ജയിലിൽ പോവാൻ ഞാൻ മടിക്കില്ല. ഒന്ന് പോടാ, വാടി. ഇപ്പൊ പോടി പോ. സമയാകുമ്പോ ഞാൻ നോക്കിക്കോളാം. കസ്തൂരി വെള്ളം. എന്താടി അവൻ ഇത്രയും പറഞ്ഞിട്ട് നീ ഒരു വാക്കുപോലും തിരിച്ചു പറഞ്ഞില്ലേ? ഞാൻ എന്ത് ചെയ്യാനാ? കാട്ടാളന്മാരെ പോലെ ബഹളം വെച്ചോണ്ടിരിക്കുക. നീ സംസാരിക്കാൻ നിൽക്കണ്ട. മുരുകൻ ചേട്ടനോട് പറഞ്ഞു കൊടുത്താ മതി. ആള് ശരിയാക്കിക്കോളും. അല്ലെങ്കിൽ തന്നെ ചേട്ടന് ഭയങ്കര ദേഷ്യ. ഇതെങ്ങാനും അറിഞ്ഞ പിന്നെ അത് പ്രശ്നമാവും. നീ അങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ? ആരാ വരുന്നേ നോക്കി.